ഹലോ ഫ്രണ്ട്സ്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായി. അപ്പം പല കാരണം കൊണ്ടും ട്രാവൽ ചെയ്യാൻ തീരെ സാധിച്ചില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരാഗ്രഹം ബാംഗ്ലൂർ വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണം എന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്ഥലങ്ങളും കുറേ സ്ഥലങ്ങൾ കാണാൻ സമയമല്ല, കാരണം ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അപ്പം ബാംഗ്ലൂർ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ട് അങ്ങനെ പോകാമെന്നാണ് കൂട്ടത്തിൽ വിചാരിച്ചത്. ശരിക്കും ഡ്രൈവിന് വന്നതാണ്, അതുവരെ ബാംഗ്ലൂർ വരെ ഡ്രൈവ് ചെയ്യണം എന്നുള്ള രീതിക്ക്. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലം കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സെലക്ട് ചെയ്ത സ്ഥലം ഇതാണ്, ബാംഗ്ലൂർ പാലസ്. അപ്പം ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ അകത്ത് ചെന്നിട്ട് കാണാം. നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ കാണാം. അതാണ് ബാംഗ്ലൂർ പാലസ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പാലസിൻ്റെ എൻട്രി ഇതാണ് വരുന്നത്. അപ്പം നമുക്ക് അകത്തോട്ട് പോയൊക്കെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നൊക്കെ കൂടുതൽ ചരിത്രപരമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചരിത്രപരമായിട്ടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ വരിക. അത് കണ്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയണം. അകത്തിട്ട് കയറാൻ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ 240 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമുക്ക് പോയൊക്കെ അങ്ങനെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഈ ബാംഗ്ലൂർ പാലസ് ഷൂട്ട് ചെയ്യാൻ അനുമതിയില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പുറം ഭാഗം മാത്രം കാണിച്ചു തരാവുള്ളൂ. ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്നവർ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് പുറഭാഗം ഞാൻ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലൊക്കെ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ അകത്തത്തെ ഫോട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ചരിത്രപരമായിട്ടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഞാൻ അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ട് ഇങ്ങനെയാണ്, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകം ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനും വേണ്ടി പറ്റിയില്ലല്ലോ വിചാരിച്ച്. നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പുറത്ത് ഇതുപോലെ കുറച്ചപ്പുറത്തായിട്ട് എൻ്റെ പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിലൊരു ഗാർഡൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പുറത്തതൊക്കെ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. അത് ഷൂട്ട് ചെയ്യാൻ തീരെ നിവർത്തില്ലാത്തതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ പുറഭാഗം ഞാൻ ഫുള്ള് കവർ ചെയ്തിരിക്കണേ. അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം. അപ്പം ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം. ഓക്കെ.